നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ ഞങ്ങൾ ഇന്നും 7 മണിക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഇന്നലെ ജൂൺ 2019 മുതൽ ഡിസംബർ 2020 വരെയുള്ള കറണ്ട് അഫയേഴ്സിന്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഈ വരുന്ന ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്ന് രണ്ടാമത്തെ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി നമുക്ക് പഠിക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, മഹാത്മാഗാന്ധി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണ്? മഹാത്മാഗാന്ധി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആണ് പ്രൊഫസർ സാബു തോമസ്. പ്രൊഫസർ സാബു തോമസ് ആണ്. മുണ്ടൂർ കൃഷ്ണൻകുട്ടി പുരസ്കാരത്തിന് അർഹനായത് 2019 ആണ്. മുണ്ടൂർ കൃഷ്ണൻകുട്ടി പുരസ്കാരത്തിന് അർഹനായത് TD രാമകൃഷ്ണനാണ്. TD രാമകൃഷ്ണൻ. സിക്കിമിലെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? PS ഗോലെ. PS ഗോലെയാണ് സിക്കിമിന്റെ പുതിയ മുഖ്യമന്ത്രി. സിക്കിമിന്റെ ഗവർണറുടെ പേരെന്താണ്? ഗംഗാ പ്രസാദ് എന്നതാണ് സിക്കിമിന്റെ ഗവർണറുടെ പേര്. ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? നവീൻ പട്നായിക് ആണ് ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രി. അരുണാചൽ പ്രദേശിലെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? പേമ ഖണ്ഡു. അപ്പോൾ ഒന്നുകൂടെ പറയാം, സിക്കിമിലെ പുതിയ മുഖ്യമന്ത്രി PS ഗോലെ. സിക്കിം ഗവർണർ ഗംഗാ പ്രസാദ്. ഗംഗാ പ്രസാദ് ആണ് സിക്കിമിലെ ഗവർണർ. ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? നവീൻ പട്നായിക് ആണ് ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രി. അരുണാചൽ പ്രദേശിലെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? പേമ ഖണ്ഡു ആണ് അരുണാചൽ പ്രദേശിലെ പുതിയ മുഖ്യമന്ത്രി. അടുത്ത ചോദ്യം, ബ്രിട്ടനിൽ മേയറായ ആദ്യ മലയാളി. ബ്രിട്ടനിൽ മേയറായ ആദ്യ മലയാളിയാണ് ടോം ആദിത്യ. ബ്രിസ്റ്റോൾ ബ്രാഡ്ലി സ്റ്റോക്ക് നഗരത്തിലാണ് മേയറായത്. അപ്പോൾ ബ്രിട്ടനിൽ മേയറായ ആദ്യ മലയാളിയുടെ പേര് ടോം ആദിത്യ എന്നതാണ്. എവിടുത്തെ മേയറാണ് ആയത്? ബ്രിസ്റ്റോൾ ബ്രാഡ്ലി സ്റ്റോക്ക് നഗരത്തിലാണ് മേയറായത്. ഓർത്തിരിക്കുക. ഈയിടെ അന്തരിച്ച, അതായത് 2019 ജൂൺ മാസത്തിൽ അന്തരിച്ച 1969 ഭൗതിക ശാസ്ത്ര നൊബേൽ ജേതാവ് മുറേ ജെൽമാൻ. മുറേ ജെൽമാൻ ആരാണ് അദ്ദേഹം? 1969 ഭൗതിക ശാസ്ത്ര നൊബേൽ ജേതാവാണ് മുറേ ജെൽമാൻ. യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിലെ ഗോൾ വേട്ടക്കാരനുള്ള സുവർണ പാദുകം 3ാം തവണയും നേടിയ ബാഴ്സലോണ താരമാണ് ലയണൽ മെസ്സി. അപ്പോൾ യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിലെ ഗോൾ വേട്ടക്കാരനുള്ള സുവർണ പാദുകം 3ാം തവണയും നേടിയ ബാഴ്സലോണ താരം ആരാണ്? ലയണൽ മെസ്സിയാണ്. ലയണൽ. അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി എഡ്യൂക്കേഷൻ ആപ്പാണ് അൺഅക്കാഡമി. നിങ്ങൾ കുറേ പേരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. യൂസ് ചെയ്യുന്നവർക്ക് നല്ല ഡിഫറൻസ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, അൺഅക്കാഡമി ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. അൺഅക്കാഡമി നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക, അവിടെ ലിങ്ക് ഉണ്ട്. അപ്പോൾ അൺഅക്കാഡമി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 തരത്തിലുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. പ്ലസ് കോഴ്സസ്, ഫ്രീ കോഴ്സസ്, സ്പെഷ്യൽ ക്ലാസ്സസ്. ഇതിൽ പ്ലസ് കോഴ്സസ് എന്ന് പറയുമ്പോൾ പെയ്ഡ് ആണ്, അതായത് പൈസ കൊടുത്ത് കാണുന്നതാണ് പ്ലസ് കോഴ്സസ്. ഫ്രീ കോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്യൂബിലെ പോലെ തന്നെ ഫ്രീ ആയിട്ട് എഡ്യൂക്കേറ്റേഴ്സ് ക്ലാസ് യൂട്യൂബിലെ പോലെ തന്നെ ഒരുപാട് സെഷൻസ് ഇട്ടിട്ടുണ്ട്. സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നമുക്ക് ലൈവ് ക്ലാസ് ആണ്, അതായത് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലൈവ് ക്ലാസ് ആണ്. ഇന്ത്യയിലെ നമ്പർ 1 എഡ്യൂക്കേറ്റേഴ്സ് നയിക്കുന്ന ലൈവ് ക്ലാസ്. ലൈവ് ക്ലാസ്സിന്റെ പ്രത്യേകത എന്താ? നമുക്ക് ഡൗട്ട് ചോദിക്കാം, അവരോട് ഡൗട്ട് അവർ ക്ലിയർ ചെയ്ത് തരും. നമുക്ക് ലൈവായിട്ട് അവരോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ പോൾ ഉണ്ട്, അതായത് അവർ ഓരോ ക്വസ്റ്റ്യനും പോൾ വൈസ് റിവൈസ് ചെയ്യും. അതായത് 4 ഓപ്ഷൻ ഉണ്ടായിരിക്കും. PSC പോലെ 4 ഓപ്ഷൻ ഉണ്ടായിരിക്കും. ABCD പോൾ വെച്ചിട്ട് നമുക്ക് ആൻസേഴ്സ് ഒക്കെ മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാതെ ഒരുപാട് ടോപ്പിക്കും അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ അൺഅക്കാഡമി ഡൗൺലോഡ് ചെയ്യുക, ഡിഫറൻസ് ഫീൽ ചെയ്യുക. ഓക്കെ. 60 ഉപഗ്രഹങ്ങളെ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ച US സ്വകാര്യ ബഹിരാകാശ കമ്പനി ഏതാണ്? ബഹിരാകാശ ഏജൻസി ഏതാണ്? സ്പേസ് എക്സ് ആണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA എത്ര സീറ്റ് നേടിയാണ് അധികാരത്തിൽ എത്തിയത്? 353. 353 സീറ്റ് നേടിയാണ് NDA അധികാരത്തിലെത്തിയത്. BJPക്ക് 303 സീറ്റാണ് പിടിക്കാനായത്. അപ്പം 303 സീറ്റിൽ BJP, 353 സീറ്റിൽ NDA അധികാരത്തിൽ വന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി വീണ്ടും അധികാരമേറ്റ തീയതി
2019 മെയ് മാസം 30 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വീണ്ടും അധികാരമേറ്റത്. 2019 മെയ് 30 നരേന്ദ്രമോദി വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്. 12ാം എഡിഷൻ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് ഇംഗ്ലണ്ടും വെയിൽസുമാണ്. 12ാം എഡിഷൻ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് ഇംഗ്ലണ്ടും വെയിൽസുമാണ്. അടുത്ത ചോദ്യം, എത്ര രാജ്യങ്ങളാണ് ഇപ്രാവശ്യത്തെ ക്രിക്കറ്റ് ലോകകപ്പിൽ പങ്കെടുക്കുന്നത്? 10 രാജ്യങ്ങളാണ് ഇപ്രാവശ്യത്തെ ക്രിക്കറ്റ് ലോകകപ്പിൽ പങ്കെടുക്കുന്നത്. ഇപ്രാവശ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിലെ മാച്ചുകളുടെ എണ്ണം 48 മാച്ചാണ് 2019 ലോകകപ്പ് ക്രിക്കറ്റിൽ ഉണ്ടായിരുന്നത്. 2019 വേൾഡ് ആർക്കിടെക്ചർ ന്യൂസ്, വാൻ എന്നാണ് അറിയപ്പെടുന്നത്, വേൾഡ് ആർക്കിടെക്ചർ ന്യൂസ് പുരസ്കാര പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ സിനിമയാണ് ഏകതാ പ്രതിമ. ഏകതാ പ്രതിമ എന്ന സിനിമയാണ് 2019 വേൾഡ് ആർക്കിടെക്ചർ ന്യൂസ് വാൻ പുരസ്കാര പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ സിനിമ ഏകതാ പ്രതിമ. നാവികസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് കരംബീർ സിംഗ് ആണ്. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. നാവികസേനയുടെ പുതിയ മേധാവിയായിട്ടാണ് കരംബീർ സിംഗ് ചുമതലയേറ്റത്. 2018 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ഷീലയാണ് 2018 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായത്. അടുത്ത ചോദ്യം, ചെങ്ങളത്ത് രാമകൃഷ്ണപിള്ള പുരസ്കാര ജേതാവ് ആരാണ്? ചെങ്ങളത്ത് രാമകൃഷ്ണപിള്ള പുരസ്കാര ജേതാവാണ് VS അച്യുതാനന്ദൻ. ചെങ്ങളത്ത് രാമകൃഷ്ണപിള്ള പുരസ്കാര ജേതാവ് 2019 VS അച്യുതാനന്ദനാണ്. ക്യാബിനറ്റ് പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ദോവൽ. അപ്പോൾ ക്യാബിനറ്റ് പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ദേശീയ സുരക്ഷാ സെക്യൂരിറ്റി അഡ്വൈസർ ആണ് ആര്? അജിത് ദോവൽ. അജിത് ദോവലാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ജൈവ പൈതൃക കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്, ഇമ്പോർട്ടന്റ് ചോദ്യമാണിത്. അപ്പൊ സംസ്ഥാനത്തെ ആദ്യത്തെ ജൈവ പൈതൃക കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊല്ലം ആശ്രാമത്തെ കണ്ടൽക്കാടുകളാണ്. കൊല്ലം ആശ്രാമത്തെ കണ്ടൽക്കാടുകളാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ജൈവ പൈതൃക കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും നല്ല ശുദ്ധവായു കിട്ടുന്ന 2ാമത്തെ നഗരമാണ് പത്തനംതിട്ട. അപ്പൊ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. അപ്പൊ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കു പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും നല്ല ശുദ്ധവായു കിട്ടുന്ന 2ാമത്തെ നഗരം ഏതാണ്? പത്തനംതിട്ടയാണ്. പത്തനംതിട്ട. ഏത് രാജ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റൂൾ ഓഫ് നിഷാൻ ഇസുദ്ദീൻ പുരസ്കാരം നൽകിയത്? റൂൾ ഓഫ് നിഷാൻ ഇസുദ്ദീൻ പുരസ്കാരം നരേന്ദ്രമോദിക്ക് നൽകിയത് ഏത് രാജ്യമാണ്? മാലിദ്വീപാണ്. വിദേശ വിശിഷ്ടാതിഥികൾക്ക് മാലിദ്വീപ് നൽകുന്ന പരമോന്നത ബഹുമതിയാണ് റൂൾ ഓഫ് നിഷാൻ ഇസുദ്ദീൻ. അത് മാലിദ്വീപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയത്. അടുത്ത ചോദ്യം, ഏത് രാജ്യമാണ് മണിപ്പൂരിൽ ഇംഫാൽ യുദ്ധത്തിന് സ്മരണയ്ക്കായി മ്യൂസിയം നിർമ്മിച്ചത്? അപ്പൊ ഏത് രാജ്യമാണ് മണിപ്പൂരിൽ ഇംഫാൽ യുദ്ധത്തിന്റെ സ്മരണയ്ക്കായി മ്യൂസിയം നിർമ്മിച്ചത്? ജപ്പാനാണ്. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. അപ്പോൾ ഏത് രാജ്യമാണ് മണിപ്പൂരിൽ ഇംഫാൽ യുദ്ധത്തിന്റെ സ്മരണയ്ക്കായി മ്യൂസിയം നിർമ്മിച്ചത്? ജപ്പാനാണ്. ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് പങ്കജ് അദ്വാനിയാണ്. അപ്പൊ ഇനി ചോദിക്കാനുള്ള ചോദ്യം, പങ്കജ് അദ്വാനി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്നൂക്കറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പങ്കജ് അദ്വാനി. അപ്പോൾ പങ്കജ് അദ്വാനി കൈവരിച്ച നേട്ടം എന്താണ്? ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായി. ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ നേതാവായി ആര്? പങ്കജ് അദ്വാനി. 60 വർഷത്തിനിടയിൽ രാജ്യത്തെ ആദ്യ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഉത്തര ആഫ്രിക്കൻ രാജ്യം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. 60 വർഷത്തിനിടയിൽ രാജ്യത്തെ ആദ്യ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഉത്തര ആഫ്രിക്കൻ രാജ്യമാണ് മൗറീഷ്യാനിയ. മൈ ലൈഫ് മൈ മിഷൻ എന്ന ആത്മകഥ രചിച്ചത് ആരാണ്? മൈ ലൈഫ് മൈ മിഷൻ എന്ന ആത്മകഥ ബാബ രാംദേവിന്റെ ആത്മകഥയാണ്. ഇത് ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, ചോദിക്കാം ഇനി. മൈ ലൈഫ് മൈ മിഷൻ എന്ന ആത്മകഥ ആരുടേതാണ്? ബാബ രാംദേവിന്റേതാണ്. ബാലാകോട്ട് വ്യോമാക്രമണത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ബാന്ദർ. ഓപ്പറേഷൻ ബാന്ദർ ബാലാകോട്ട് വ്യോമ ആക്രമണത്തിന് നൽകിയ പേരാണ്. ലോക അഭയാർത്ഥി ദിനം എന്നാണ്? വേൾഡ് റെഫ്യൂജി ഡേ ജൂൺ 20 ലോക അഭയാർത്ഥി ദിനം എന്നാണ്? ജൂൺ 20. ഇന്ത്യൻ നേവി പേർഷ്യൻ ഗൾഫിൽ നടത്തിയ ഓപ്പറേഷന്റെ പേര്? ഇന്ത്യൻ നേവി പേർഷ്യൻ ഗൾഫിൽ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സങ്കൽപ്പ് എന്നതാണ്. രാജ്യാന്തര നിലവാരത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ ആന പുനരധിവാസ കേന്ദ്രത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെയാണ് തറക്കല്ലിട്ടത്? കോട്ടൂരാണ്.
കാട്ടാക്കട താലൂക്ക് തിരുവനന്തപുരം. അപ്പോൾ രാജ്യാന്തര നിലവാരത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ ആന പുനരധിവാസ കേന്ദ്രമാണ് കോട്ടൂരിലുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടത് എവിടെയാണ്? കോട്ടൂര് കാട്ടാക്കട താലൂക്ക്. ബഷീർ ബാല്യകാല സഖി പുരസ്കാരത്തിന് അർഹനായത്. ഇമ്പോർട്ടന്റ് ചോദ്യം, ബഷീർ ബാല്യകാല സഖി. അപ്പൊ PSC റാങ്ക് മേക്കിംഗ് ചോദ്യം ചോദിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി ക്വസ്റ്റ്യൻ ഇടുവാണെങ്കിൽ ഈ ചോദ്യം ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ബഷീർ ബാല്യകാല സഖി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണൻ 2019 2019 ഫെമിന മിസ് ഇന്ത്യ കിരീടം നേടിയത് സുമൻ റാവു ആണ്. സുമൻ റാവു രാജസ്ഥാൻ സ്വദേശിയാണ്. അപ്പൊ 2019 ഫെമിന മിസ് ഇന്ത്യ കിരീടം നേടിയത് ആരാണ്? സുമൻ റാവു രാജസ്ഥാൻ സ്വദേശി. 17ാം ലോക്സഭയുടെ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട NDA സ്ഥാനാർത്ഥിയാണ് ഓം ബിർള. അപ്പൊ 17ാം ലോക്സഭയുടെ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട NDA സ്ഥാനാർത്ഥി ആരാണ്? ഓം ബിർള. ഏത് മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് ഓം ബിർള? കോട്ട. രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് ഓം ബിർള. അതും കൂടി ഓർത്തു വെക്കുക. ലോക രക്തദാന ദിനം ജൂൺ 14 ലോക രക്തദാന ദിനം. ഇമ്പോർട്ടന്റ് ചോദ്യം, ലോക രക്തദാന ദിനം ജൂൺ 14. 2019 ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. 2019 ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 141 സ്ഥാനമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ചന്ദ്രാണി മുർമു ആണ്. 25 വയസ്സാണ് ചന്ദ്രാണി മുർമുവിന്. ഓർത്തിരിക്കുക, ചന്ദ്രാണി മുർമു 25 വയസ്സ്. ഏത് മണ്ഡലത്തിൽ നിന്നാണ് ചന്ദ്രാണി മുർമു വിജയിച്ചത്? കിയോഞ്ചർ. ഒഡീഷയിലെ കിയോഞ്ചർ മണ്ഡലത്തിൽ നിന്നാണ് ചന്ദ്രാണി മുർമു വിജയിച്ചത്. അനുപം ഖേറിന്റെ ആത്മകഥ ലൈസൻസ് ലൈഫ് ടോട്ട് മീ അൺനോവിംഗ്ലി. അപ്പോൾ ലൈസൻസ് ലൈഫ് ടോട്ട് മീ അൺനോവിംഗ്ലി ആരുടെ ആത്മകഥയാണ്? അനുപം ഖേറിന്റെ ആത്മകഥയാണ്. ാമത്തെ ലോക്സഭയിലേക്കാണ് 2019 തെരഞ്ഞെടുപ്പ് നടന്നത്. 17ാം ലോക്സഭയിലേക്കാണ്. 17ാം ലോക്സഭയുടെ പ്രോടൈം സ്പീക്കർ ആരാണ്? ഡോക്ടർ വീരേന്ദ്രകുമാർ ആണ്. മധ്യപ്രദേശിൽ നിന്നുള്ള അംഗമാണ് ഡോക്ടർ വീരേന്ദ്രകുമാർ. 17ാം ലോക്സഭയുടെ പ്രോടൈം സ്പീക്കർ ആണ് ആര്? ഡോക്ടർ വീരേന്ദ്രകുമാർ. മധ്യപ്രദേശിൽ നിന്നുള്ള അംഗമാണ്. ലോക സിക്കിൾ സെൽ ദിനം, സിക്കിൾ സെൽ അനീമിയ, ലോക സിക്കിൾ സെൽ ദിനം ജൂൺ 19. ജൂൺ 19 ഇതൊക്കെ റെയറായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ലോക സിക്കിൾ സെൽ ദിനം എന്നാണ്? ജൂൺ 19 ഏത് വർഷമാണ് ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യ ചൈനയെ മറികടക്കുമെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്? 2027 കൂടി ഇന്ത്യ ചൈനയെ ജനസംഖ്യയുടെ കാര്യത്തിൽ മറികടക്കും എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. 2027 കൂടിയാണ്. 2027 ഓർത്തിരിക്കാം. ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടി നടത്താൻ ഏത് രാജ്യത്തിനാണ് ഇന്ത്യ $15 മില്യൺ സഹായം നൽകുന്നത്? അപ്പൊ ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടി നടത്താൻ ഏത് രാജ്യത്തിനാണ് ഇന്ത്യ $15 മില്യൺ സഹായം നൽകുന്നത്? നൈജറിനാണ്. നൈജർ. സസ്റ്റൈനബിൾ ഗ്യാസ്ട്രോണമി ദിനം ജൂൺ 18 സസ്റ്റൈനബിൾ ഗ്യാസ്ട്രോണമി ദിനം. പാകിസ്ഥാനിലെ ISIയുടെ പുതിയ തലവൻ തലവനാണ് ഫയസ് ഹമീദ് ആണ്. മരുവൽക്കരണത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ലോക ദിനമാണ് ജൂൺ 17. മരുവൽക്കരണത്തെ പ്രതിരോധിക്കുന്നതിനുള്ള, അതായത് ഡെസേർട്ടിഫിക്കേഷനെ പ്രതിരോധിക്കുന്നതിനുള്ള ലോക ദിനം ജൂൺ 17. ഈ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ജൂൺ 17. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെതർ സ്റ്റേഷൻ സ്ഥാപിക്കപ്പെട്ടത് എവിടെ? അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെതർ സ്റ്റേഷൻ സ്ഥാപിക്കപ്പെട്ടത് എവറസ്റ്റിലാണ്. എവറസ്റ്റിൽ. പസഫിക് ഇന്റർനാഷണൽ ബില്ലിയാർഡ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് പീറ്റർ ഗിൽക്രിസ്റ്റ്. അപ്പൊ പീറ്റർ ഗിൽക്രിസ്റ്റ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബില്ലിയാർഡ്സ്. അപ്പോൾ പസഫിക് ഇന്റർനാഷണൽ ബില്ലിയാർഡ്സ് ചാമ്പ്യൻഷിപ്പ് ജേതാവാണ് പീറ്റർ ഗിൽക്രിസ്റ്റ്. ഏത് ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബില്ലിയാർഡ്. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ അംബാസിഡർ ഫോർ കൺസൈൻസ് പുരസ്കാരം. അപ്പോൾ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ അംബാസിഡർ ഫോർ കൺസൈൻസ് പുരസ്കാരത്തിന് അർഹയായത് ഗ്രേറ്റ തുൻബർഗ് ആണ്. ഗ്രേറ്റ തുൻബർഗ്. അപ്പോൾ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് ഗ്രേറ്റ തുൻബർഗ്. സ്വീഡിഷ് പത്രപ്രവർത്തകയാണ്. 16 വയസ്സ് മാത്രമാണ് ഗ്രേറ്റ തുൻബർഗിന്റെ പ്രായം.
അടുത്ത ചോദ്യം, ഈയിടെ അന്തരിച്ച പ്രശസ്ത കന്നഡ സാഹിത്യകാരൻ, അതായത് 2019 ജൂൺ മാസം അന്തരിച്ച പ്രശസ്ത കന്നഡ സാഹിത്യകാരനാണ് ഗിരീഷ് കർണാട്. ഗിരീഷ് കർണാട്, കർണാടക, അതിൽ തന്നെ ഉണ്ട് കന്നഡ സാഹിത്യകാരൻ കർണാട്, ഗിരീഷ് കർണാട്. കർണാടക എന്നുള്ളത് ആലോചിക്കുക. കന്നഡ സാഹിത്യകാരനാണ് ഗിരീഷ് കർണാട്. ഓക്കെ. ഈയിടെ അന്തരിച്ച പ്രശസ്ത പഞ്ചവാദ്യ കലാകാരനാണ് അന്നമട പരമേശ്വര മാരാർ. അന്നമട പരമേശ്വര മാരാർ 2019 ജൂൺ മാസം അന്തരിച്ച പ്രശസ്ത പഞ്ചവാദ്യ കലാകാരനാണ്. ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച കലാമൂല്യമുള്ള പുരസ്കാരം നേടിയ വെയിൽ മരങ്ങൾ സംവിധാനം ചെയ്തത് ഡോക്ടർ ബിജു ആണ്. ഈ ചോദ്യം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്, പഠിച്ചു വെക്കുക. ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച കലാമൂല്യമുള്ള പുരസ്കാരം നേടിയ വെയിൽ മരങ്ങൾ സംവിധാനം ചെയ്ത ആരാണ്? ഡോക്ടർ ബിജു ആണ്. ഡോക്ടർ ബിജു. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. കെ രാഹുലൻ അവാർഡിന് അർഹനായ സംസ്ഥാന മന്ത്രി. കെ രാഹുലൻ അവാർഡിന് അർഹനായ സംസ്ഥാന മന്ത്രിയാണ് VS സുനിൽകുമാർ. ആരാണ്? VS സുനിൽകുമാർ ആണ് കെ രാഹുലൻ അവാർഡിന് അർഹനായ സംസ്ഥാന മന്ത്രി. ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 2. ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്ര പര്യവേഷണ ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 2 ആണ്. എന്നാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്? 2019 ജൂലൈ മാസം 22-നാണ്. ജൂലൈ മാസം 22-നാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. 2019 ജൂലൈ മാസം 22. ശ്രീലങ്കയുടെ ആദ്യ ഉപഗ്രഹം, ഇത് കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീലങ്കയുടെ ആദ്യ ഉപഗ്രഹമാണ് രാവണ 1. രാവണ 1 ആണ് ശ്രീലങ്കയുടെ ആദ്യ ഉപഗ്രഹം. സഹകരണ മേഖലയിലെ ആദ്യത്തെ 3 സ്റ്റാർ ഹോട്ടലാണ് ദി ടെറസ്. ദി ടെറസ് ആണ് സഹകരണ മേഖലയിലെ ആദ്യത്തെ 3 സ്റ്റാർ ഹോട്ടൽ. ഈയിടെ വിരമിച്ച, അതായത് 2019 ജൂൺ മാസം വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? യുവരാജ് സിംഗ് ആണ്. യുവരാജ് സിംഗ്. ഫ്രഞ്ച് ഓപ്പണിൽ 12ാം കിരീടം നേടിയത് റാഫേൽ നദാൽ. റാഫേൽ നദാലിന്റെ രാജ്യം സ്പെയിൻ. സ്പെയിൻകാരനാണ് റാഫേൽ നദാൽ. അപ്പോ ഫ്രഞ്ച് ഓപ്പണിൽ 12ാം കിരീടം നേടി റാഫേൽ നദാൽ. 2019 വനിതാ ഫ്രഞ്ച് ഓപ്പൺ ജേതാവ് ആഷ്ലേഗ് ബാർട്ടിയാണ്. ആഷ്ലേഗ് ബാർട്ടിയാണ് 2019 വനിതാ ഫ്രഞ്ച് ഓപ്പൺ. ആഷ്ലേഗ് ബാർട്ടിക്ക് കിട്ടി. കേരള നിയമസഭയുടെ പുതിയ ചീഫ് വിപ്പ് കെ രാജനാണ്. കേരള നിയമസഭയുടെ പുതിയ ചീഫ് വിപ്പ് ആരാണ്? കെ രാജനാണ്. CPI നേതാവാണ് കെ രാജൻ. സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് 2019 സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? TJS. 1 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. TJS ജോർജിനാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചത് 2019. 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. രാജിവെച്ച RBI ഡെപ്യൂട്ടി ഗവർണർ വിരാൽ ആചാര്യ. വിരാൽ ആചാര്യയാണ് രാജിവെച്ച RBI ഡെപ്യൂട്ടി ഗവർണർ. രാജ്യത്ത് എവിടെ നിന്നും റേഷൻ വാങ്ങാൻ കഴിയുന്ന പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് ഓഫ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. അപ്പൊ രാജ്യത്ത് എവിടെ നിന്നും റേഷൻ വാങ്ങാൻ കഴിയുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് ഓഫ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് ഓഫ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നതാണ് രാജ്യത്ത് എവിടെ നിന്നും റേഷൻ വാങ്ങാൻ കഴിയുന്ന പദ്ധതിയുടെ പേര്. ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരം ആർദ്ര കേരളം പുരസ്കാരം. അപ്പൊ ആർദ്രം പദ്ധതി ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരം ഏതാണ്? ആർദ്ര കേരളം പുരസ്കാരമാണ്. ആർദ്ര കേരളം പുരസ്കാരം. ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അംഗമായ റെക്കോർഡ് ആരുടെ പേരിലാണ്? ഇന്ദ്രജിത് ഗുപ്തയുടെ പേരിലാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അംഗമായ റെക്കോർഡ്. 1919 മുതൽ 2001 വരെയുള്ള കാലഘട്ടത്തിൽ 11 പ്രാവശ്യമാണ് അദ്ദേഹം വിജയിച്ചത്. ആരാണ്? ഇന്ദ്രജിത് ഗുപ്ത. ചന്ദ്രയാൻ 2 മിഷൻ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഋതു കരിദാൽ ആണ് ചന്ദ്രയാൻ 2 മിഷൻ ഡയറക്ടർ. ചന്ദ്രയാൻ 2 പ്രോജക്ട് ഡയറക്ടർ ആരാണ്? മുത്തയ്യ വനിതയാണ്. ചന്ദ്രയാൻ 2 പ്രോജക്ട് ഡയറക്ടർ ആരാണ്? മുത്തയ്യ വനിത. മുത്തയ്യ വനിതയാണ് ചന്ദ്രയാൻ 2 പ്രോജക്ട് ഡയറക്ടർ. ചന്ദ്രയാൻ 2 മിഷൻ ഡയറക്ടർ ആരാണ്? ഋതു കരിദാൽ. ചന്ദ്രയാൻ 2 3 മൊഡ്യൂളുകൾ ഓർബിറ്റർ, വിക്രം ലാൻഡർ, റോവർ, പ്രഗ്യാൻ. ഇന്ത്യയിൽ ആദ്യമായി ആനകൾക്ക് വാട്ടർ ക്ലിനിക്ക് ആരംഭിച്ച സ്ഥലം. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ആനകൾക്ക്. അപ്പം ഇന്ത്യയിൽ ആദ്യമായി ആനകൾക്ക് വാട്ടർ ക്ലിനിക്ക് ആരംഭിച്ച സ്ഥലമാണ് മധുര. മധുര രഥത്തിൻ്റെതായാണ്.
14ാമത് G20 ഉച്ചകോടിയുടെ വേദി ഒസാക്ക, ജപ്പാൻ. അപ്പോൾ 14ാമത് G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഒസാക്ക, ജപ്പാൻ. 2022 G20 ഉച്ചകോടിയുടെ വേദിയാണ് ഇന്ത്യ. അപ്പോ 2022 G20 ഉച്ചകോടി നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഇന്ത്യയിൽ. 14ാമത് G20 ഉച്ചകോടി എവിടെ വെച്ചിട്ടാണ് നടന്നത്? ഒസാക്ക, ജപ്പാൻ. 2019 യോഗാ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് എന്നതാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. 2019 യോഗാ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്, യോഗ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. ഈയിടെ 2019 ജൂൺ മാസം ഭൗമ സൂചിക പദവി ലഭിച്ച കോലാപൂരി ചപ്പലുകൾ നിർമ്മിക്കുന്ന സംസ്ഥാനങ്ങൾ. ഇന്നലത്തെ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്ര, കർണാടക. ഏത് ചപ്പലാണ്? കോലാപൂരി ചപ്പലുകൾ. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 2ന്റെ ലോഞ്ച് വെഹിക്കിൾ ഏതാണ്? GSLV Mark 3 M1. അപ്പോൾ GSLV Mk3 അതായത് Mark 3 M1 ആണ് ചന്ദ്രയാൻ 2ന്റെ ലോഞ്ച് വെഹിക്കിൾ. അടുത്ത ചോദ്യം, ഹു ഇസ് ദ ഓതർ ഓഫ് ദ ഓട്ടോബയോഗ്രഫി ലെസൺസ് ലൈഫ് ടോട്ട് മീ അൺനോയിങ്ലി? ഇത് നേരത്തെ പറഞ്ഞു ആ ചോദ്യം. ഹു ഇസ് ദ ഓതർ ഓഫ് ദ ഓട്ടോബയോഗ്രഫി ലെസൺസ് ലൈഫ് ടോട്ട് മീ അൺനോയിങ്ലി? അനുപം ഖേർ. അനുപം ഖേർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അനുപം ഖേറിന്റെ പുസ്തകമാണ് ഏത്? ലെസൺസ് ലൈഫ് ടോട്ട് മീ അൺനോയിങ്ലി എന്ന് പറയുന്നത്. ഇൻ വിച്ച് കൺട്രി ഈസ് ബാബിലോൺ which has been included in United Nations Educational, Scientific and Cultural Organization, അതായത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. അപ്പൊ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ബാബിലോൺ ഏത് രാജ്യത്താണ്? ഇറാഖിലാണ്. ഇറാഖ്. ബാബിലോൺ എവിടെയാണ്? ഇറാഖിലാണ്. അടുത്ത ചോദ്യം, ഹു ഈസ് ദ ഹെഡ് ഓഫ് ദ RBI കമ്മിറ്റി ടു സ്ട്രെങ്തൻ കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ്? CICയുടെ ഫുൾ ഫോം ആണ് കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ് ഫ്രെയിംവർക്ക്. ടാപ്പ് ആൻഡ് റേ ആണ് RBIയുടെ കമ്മിറ്റിയിലുള്ളത്. കമ്മിറ്റിയുടെ ഹെഡ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ടു സ്ട്രെങ്തൻ കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ് ഫ്രെയിംവർക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള RBI കമ്മിറ്റിയുടെ ഹെഡ് ആയിരുന്നു താപ്പാൻ റേ. ദ ന്യൂ പ്രസിഡന്റ് ഓഫ് യൂറോപ്യൻ കമ്മീഷൻ. യൂറോപ്യൻ കമ്മീഷന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? ഉർസുല വോൺ ഡെർ ലേയൻ. ഹി ബിലോങ്സ് ടു ജർമ്മനി. അപ്പൊ ജർമ്മനിക്കാരനായ ലേയൻ ആണ് യൂറോപ്യൻ കമ്മീഷന്റെ പുതിയ പ്രസിഡന്റ്. ഉർസുല വോൺ ഡെർ ലേയൻ ജർമ്മനിക്കാരനാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യൻ പാസ്പോർട്ട് അറ്റ് ദ 2019 ഹെയ്ലി പാസ്പോർട്ട് ഇൻഡെക്സ്? അപ്പോൾ 2019 ഹെയ്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 86ാമത് സ്ഥാനമാണ് 2019. 2020 ഇന്ത്യയുടെ സ്ഥാനം 84ാമതാണ്. ജപ്പാനാണ് 1ാമത്. അടുത്ത ചോദ്യം, ദ ഓപ്പറേഷൻ ലോഞ്ച്ഡ് ബൈ BSF ടു ഫോർട്ടിഫൈ ആന്റി ഇൻഫിൽട്രേഷൻ ഗ്രിഡ് എലോങ് പാകിസ്ഥാൻ ബോർഡർ ഇൻ പഞ്ചാബ് ആൻഡ് ജമ്മു. ഓപ്പറേഷൻ സുദർശൻ. സ്ട്രൈഡ് വിച്ച് ഈസ് ഇൻ ന്യൂസ് റീസെന്റ് ഈസ് അസോസിയേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇഷ്യൂസ്? അപ്പൊ സ്ട്രൈഡ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ടു ബൂസ്റ്റ് റിസർച്ച് കൾച്ചർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സ്ട്രൈഡ്. ഓൺ വിച്ച് ഡേറ്റ് ദ 2019 എഡിഷൻ ഓഫ് ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ ഒബ്സർവ്ഡ്? ജൂൺ 23 ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ ഒബ്സർവ് ചെയ്തത് ജൂൺ 23. ദ സിവിൽ സർവൻസ് ഓഫ് വിച്ച് കൺട്രി വിൽ ബി ട്രെയിൻഡ് അറ്റ് ദ നാഷണൽ സെന്റർ ഓഫ് ഗുഡ് ഗവേണൻസ് മുസൂരി ഇൻ ഉത്തരാഖണ്ഡ് ഫോർ എ പീരീഡ് ബിറ്റ്വീൻ 2019 to 2025? ബംഗ്ലാദേശ് ആണ്. ഇതിനു മുന്നേ വേറൊരു രാജ്യം കൂടി ഇതുപോലെ കരാറിൽ ഏർപ്പെട്ടായിരുന്നു. അത് മാലിദ്വീപാണ്. അവിടുത്തെ IAS ഓഫീസർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ഇന്ത്യയുമായിട്ട് കരാറിൽ ഏർപ്പെട്ടു മാലിദ്വീപ്. കൂടാതെ ബംഗ്ലാദേശ് 2019 മുതൽ 2025 വരെ സിവിൽ സർവൻസിന് ട്രെയിനിങ് കൊടുക്കണം എന്നുള്ള രീതിയിൽ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യ ഹാസ് ഇങ്ക്ഡ് ₹200 crore ഡിഫൻസ് ഡീൽ വിത്ത് വിച്ച് കൺട്രി ഫോർ സ്ട്രം അറ്റാക്ക ആന്റി ടാങ്ക് മിസൈൽ? റഷ്യയുമായിട്ടാണ് 200 കോടിയുടെ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ സ്ട്രം അറ്റാക്ക ആന്റി ടാങ്ക് മിസൈലിന് വേണ്ടിയിട്ട്. സ്ട്രം അറ്റാക്ക ആന്റി ടാങ്ക് മിസൈലിന് വേണ്ടി റഷ്യയുമായിട്ടാണ് ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടത്. 200 കോടി കരാറിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, നെയിം ദ വാട്ടർ കൺസർവേഷൻ ക്യാമ്പയിൻ ഹാസ് ബീൻ ലോഞ്ച്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്? അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത വാട്ടർ കൺസർവേഷൻ ക്യാമ്പയിന്റെ പേരാണ് ജൽ ശക്തി അഭിയാൻ. എന്താണ്? ജൽ ശക്തി അഭിയാൻ. ഇമ്പോർട്ടന്റ് ആണ്, ജൽ ശക്തി അഭിയാൻ. അടുത്ത ചോദ്യം, on which date the 2019 edition of International Day of the Tropics is observed? ജൂൺ 29. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേയുടെ അന്ന് തന്നെയാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ട്രോപ്പിക്സും ഒബ്സർവ് ചെയ്തത്.
States where assembly election are held simultaneously with the general election 2019. അപ്പോൾ ജനറൽ ഇലക്ഷന്റെ കൂടെ അസംബ്ലി ഇലക്ഷനും നടത്തിയ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ, സിക്കിം. അപ്പോൾ സ്റ്റേറ്റ്സ് വെയർ അസംബ്ലി ഇലക്ഷൻ ആർ ഹെൽഡ് സൈമിൾട്ടേനിയസ്ലി വിത്ത് ദ ജനറൽ ഇലക്ഷൻ 2019. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ ആൻഡ് സിക്കിം. The venue of the first ever India International Cooperatives Trade Fair. അപ്പോൾ the venue of the first ever India International Cooperatives Trade Fair IIC, India International Cooperative ട്രേഡ് ഫെയറിന്റെ വേദി പ്രഗതി മൈതാൻ ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ വെച്ചിട്ടാണ് നടന്നത്. വിച്ച് ബട്ടർഫ്ലൈ സ്പീഷീസ് ഹാസ് ബീൻ ഒഫീഷ്യലി ഡിക്ലെയർഡ് ആസ് സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ഓഫ് തമിഴ്നാടു. തമിഴ്നാടിന്റെ സംസ്ഥാന ചിത്രശലഭമായി തിരഞ്ഞെടുത്തത് തമിഴ് യമനെയാണ്. അതിന്റെ ശാസ്ത്രീയ നാമമാണ് സിറോക്രോയ തയാസിസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടി ഇൻ 17th ലോകസഭ. 17ാം ലോകസഭയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയാണ് INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 52 സീറ്റാണ് നേടിയത്. നെയിം ദ ഇന്ത്യൻ പേഴ്സണാലിറ്റി ഹാസ് ബീൻ ഇലക്ടഡ് ആസ് എ മെമ്പർ ഓഫ് ദ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. നരീന്ദർ ബത്രയാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിലെ മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പേഴ്സണാലിറ്റി. ദ നാഷണൽ വാട്ടർ പോർട്ട് ഡെവലപ്മെന്റ് കണക്ടിവിറ്റി സ്കീം ഈസ് അതർവൈസ് കോൾഡ് സാഗർമാല എന്നതാണ്. ഹു ഈസ് ദ കറന്റ് ഡയറക്ടർ ഓഫ് ഇന്റലിജൻസ് ബ്യൂറോ. IB-യുടെ കറന്റ് ഡയറക്ടർ ആരാണ്? അരവിന്ദ് കുമാർ. ഹു ഹാസ് ബിക്കം ദ ഫസ്റ്റ് IPS ഓഫീസർ ടു കംപ്ലീറ്റ് 7th സമ്മിറ്റ് ചലഞ്ച്. അപർണ കുമാർ ആണ് ഫസ്റ്റ് IPS ഓഫീസർ ടു കംപ്ലീറ്റ് 7th സമ്മിറ്റ് ചലഞ്ച്. വിച്ച് ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ഹാസ് ഓതേർഡ് ദ ബുക്ക് ടൈറ്റിൽഡ് ദ ന്യൂ ഡൽഹി കോൺസ്പിറസി. അപ്പോൾ ദ ന്യൂ ഡൽഹി കോൺസ്പിറസി എന്ന ബുക്ക് രചിച്ച ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ആരാണ്? മീനാക്ഷി ലേഖിയാണ്. ദ ന്യൂ ഡൽഹി കോൺസ്പിറസി എന്ന ബുക്ക് രചിച്ച ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ആരാണ്? മീനാക്ഷി ലേഖിയാണ്. അടുത്ത ചോദ്യം, വിച്ച് ഇന്ത്യൻ സ്പോർട്സ് പേഴ്സൺ ഹാസ് ബീൻ ബെസ്റ്റോഡ് ആൻ ഓണററി ഡോക്ടറേറ്റ് ബൈ IIT കാൺപൂർ. P. ഗോപിചന്ദിനാണ് IIT കാൺപൂർ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചത്. വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ഡിസൈഡഡ് ടു സെറ്റപ്പ് വേദിക് എഡ്യൂക്കേഷൻ ബോർഡ് സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്? രാജസ്ഥാൻ. ദ ഫസ്റ്റ് മോഡൽ വില്ലേജ് ബിൽറ്റ് വിത്ത് ഇന്ത്യൻ അസിസ്റ്റൻസ് അണ്ടർ ദ മോഡൽ വില്ലേജസ് പ്രോഗ്രാം വാസ് ഇനാഗുറേറ്റഡ് അറ്റ് റാണി ദുഗാമ ഇൻ ഗാംപാഹ. ഇൻ വിച്ച് കൺട്രി ഈസ് ഇറ്റ്? അപ്പോൾ ഫസ്റ്റ് മോഡൽ വില്ലേജ് ബിൽറ്റ് വിത്ത് ഇന്ത്യൻ അസിസ്റ്റൻസ്, ഇന്ത്യയുടെ സഹായത്തോടു കൂടി ആദ്യത്തെ മോഡൽ വില്ലേജ് സ്റ്റാർട്ട് ചെയ്തു. എവിടെയാണ് ഇനാഗുറേറ്റ് ചെയ്തത്? റാണി ദുഗാമയിലാണ്. ഗാംപാഹയിലുള്ള ഏത് കൺട്രിയാണ്? ശ്രീലങ്കയാണ് ഫസ്റ്റ് മോഡൽ വില്ലേജ് ഇന്ത്യയുടെ സഹായത്തോടു കൂടി നിർമ്മിച്ചത്. വിജയ നിർമ്മല ഹു പാസ്ഡ് അവേ റീസെന്റ്. 2019 ജൂലൈ മാസം അന്തരിച്ച വിജയ് നിർമ്മല ഏത് ഫീൽഡിലെ അനശ്വര വ്യക്തിയായിരുന്നു? സിനിമ. She holds a record in the Guinness Book of World Records for being the first woman to direct as many as 47 films in different languages. അപ്പോൾ ഡിഫറെന്റ് ലാംഗ്വേജസിൽ 47 ഫിലിംസ് ഡയറക്റ്റ് ചെയ്തു എന്ന റെക്കോർഡ് വിജയ് നിർമ്മലയുടെ പേരിലാണ്. വിജയ നിർമ്മല. അപ്പോൾ സിനിമ ഫീൽഡിലാണ് പ്രശസ്തയായത് വിജയ നിർമ്മല. Which Indian city was recently included in the UNESCO's World Heritage Site? അപ്പോൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ സിറ്റി റീസെന്റ് ആയിട്ട് 2019 ജയ്പൂരാണ്. 2017 ഓൾഡ് അഹമ്മദാബാദ് ഇന്ത്യയുടെ ഫസ്റ്റ് സിറ്റി ടു വിൻ ദ ഹെറിറ്റേജ് സിറ്റി ആയിട്ട് മാറി. അപ്പോൾ 2017 ഓൾഡ് അഹമ്മദാബാദ് ഇന്ത്യയുടെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വരുന്ന ഇന്ത്യയുടെ ഫസ്റ്റ് സിറ്റി ആയിട്ട് മാറിയായിരുന്നു. 2019 ഒരു സിറ്റി കൂടെ ഉണ്ട്, ജയ്പൂർ. ഹു ഈസ് ദ കറന്റ് ചീഫ് ഓഫ് ദ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ്, റോ. അപ്പോൾ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് റോയുടെ കറന്റ് ചീഫ് ആരാണ്? SK ഗോയൽ. Which country has been chosen to host the 2026 Olympic Winter Games? അപ്പോൾ ഒളിമ്പിക് വിന്റർ ഗെയിംസ് 2026 ഹോസ്റ്റ് ചെയ്യുന്നത് ഇറ്റലിയാണ്. ഓർത്തിരിക്കുക, ഇറ്റലിയാണ്. 2026. ഹു ഈസ് ദ ഇന്ത്യാസ് ഷെർപ്പ അറ്റ് ദ 14th G20 സമ്മിറ്റ് ഇൻ ഒസാക്ക? സുരേഷ് പ്രഭുവാണ് ഇന്ത്യയുടെ ഷെർപ്പ ആയിരുന്നത് 14th G20 സമ്മിറ്റ് ഒസാക്ക ജപ്പാനിൽ വെച്ച് നടന്നത്. 2022 എവിടെ വെച്ച് നടക്കാൻ പോകുന്നത്? ഇന്ത്യയിൽ വെച്ചിട്ടാണ്.
വാട്ട് ഈസ് ദ തീം ഓഫ് ദ 2019 എഡിഷൻ ഓഫ് ഇന്റർനാഷണൽ യോഗ ഡേ? നേരത്തെ പറഞ്ഞു യോഗ ഫോർ ക്ലൈമറ്റ് ആക്ഷൻ. യോഗ ഫോർ ക്ലൈമറ്റ് ആക്ഷൻ. Who clinched the 2019 മെൻസ് ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ്? പങ്കജ് അദ്വാനിക്കാണ് ലഭിച്ചത്. 2019 മെൻസ് ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് 2019 മെൻസ് ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ആർക്കാണ് ലഭിച്ചത്? പങ്കജ് അദ്വാനിക്കാണ്. ഹൂസ് ഓട്ടോബയോഗ്രഫി ഈസ് മൈ ലൈഫ് മൈ മിഷൻ? ബാബ രാംദേവിന്റെ ഓട്ടോബയോഗ്രഫിയാണ് മൈ ലൈഫ് മൈ മിഷൻ. ദ ന്യൂ ഹെഡ് ഓഫ് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ECB. ECBയുടെ ഫുൾ ഫോം എന്താ? യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ പുതിയ ഹെഡ് ആരാ? ക്രിസ്റ്റൈൻ ലെഗാർദേ. ക്രിസ്റ്റൈൻ ലെഗാർദേ ആണ്. ഹീസ് ദ ഹെഡ് ഓഫ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. IMFന്റെ ഹെഡാണ് ക്രിസ്റ്റൈൻ ലെഗാർദേ. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഹെഡായിട്ടും നിയമിതനായി. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഫെയിം? ഇത് PSC ഒരു റീസെന്റ് ആയിട്ട് ഒരു എക്സാമിന് ചോദിച്ചതാണ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഫെയിം? ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ്. ഫാസ്റ്റർ adoption and manufacturing of hybrid and electric vehicles. ഹൈബ്രിഡ് ചിലപ്പോഴേ തരത്തുള്ളൂ. അപ്പോൾ ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നുള്ളതാണ് ഫെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെപ്യൂട്ടി പാർലമെന്ററി ലീഡർ ഓഫ് BJP ഇൻ 17th ലോകസഭ. 17ാമത് ലോകസഭയിലെ ഡെപ്യൂട്ടി പാർലമെന്ററി ലീഡർ BJPയുടേത് ആരാണ്? രാജ്നാഥ് സിംഗ് ആണ്. രാജ്നാഥ് സിംഗ്. ചീഫ് വിപ്പ് ഓഫ് BJPയുടെ ചീഫ് വിപ്പ് ആരാണ്? സഞ്ജയ് ജയ്സ്വാൾ ആണ്. സഞ്ജയ് ജയ്സ്വാൾ. നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഇൻ 2019 വേൾഡ് കപ്പ് ക്രിക്കറ്റ് 10. ഇപ്പൊ 10 ടീംസ് ആണ് 2019 വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ മത്സരിച്ചത്. ദ ഹോസ്റ്റ് ഓഫ് 2023 വേൾഡ് കപ്പ് ക്രിക്കറ്റ്. 2023 വേൾഡ് കപ്പ് ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അൺഅക്കാഡമിയിൽ നിങ്ങൾ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ നേരം ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ റെഫറൽ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അടയ്ക്കുന്ന എമൗണ്ടിൽ നിന്നും 10% കഴിച്ചുള്ള എമൗണ്ട് അടച്ചാൽ മതിയാകും. ഞങ്ങളുടെ റെഫറൽ കോഡ് മറക്കാതിരിക്കുക. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫുൾ ക്യാപിറ്റൽ ലെറ്ററാണ്, സ്പേസ് ഒന്നും ഇല്ല. ഇനി അൺഅക്കാഡമി ഓഫർ ചെയ്യുന്ന ഒരു ഫ്രീ കോഴ്സിനെ പറ്റിയാണ് പറയുന്നത്. അതായത് അൺഅക്കാഡമിയിൽ ഡെയിലി 8 മണിക്ക് നമ്മുടെ പ്രിലിംസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വിസ് ഉണ്ട്. അതായത് 20 മിനിറ്റ് ചോദ്യങ്ങളാണ്. അതിൻ്റെ പേരെന്ന് പറയുന്നത് ഫ്രീ T20 ടെസ്റ്റ് സീരീസ് LDC പ്രിലിംസ് എന്നതാണ്. അത് 20 മിനിറ്റ്സിൻ്റെ ചോദ്യങ്ങളാണ്. ഓരോ സബ്ജക്ട് വൈസ് ആണ്. എല്ലാ ദിവസവും രാത്രി 8 മണിക്കാണ്. കയറി അറ്റൻഡ് ചെയ്യുക. വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഫലപ്രദമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാനുള്ള നല്ലൊരു ഫ്രീ ആയിട്ട് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. കൂടാതെ അൺഅക്കാഡമിയിൽ ഡിസംബർ 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത ഒരു ബാച്ച് കോഴ്സാണ് ഇത്. 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ 6 എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഈ കോഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കയറി സബ്സ്ക്രിപ്ഷൻ എടുക്കുക, നന്നായിട്ട് പഠിക്കുക. കൂടാതെ വരാനിരിക്കുന്ന ഒരു കോഴ്സിനെ പറ്റി ഡിസംബർ 9-ാം തീയതി 10th ലെവൽ പ്രിലിംസിന്റെ LGS ഫീൽഡ് വർക്കർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡിസംബർ 9-നാണ്. അവിടെ 7 എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നത്. അപ്പോൾ ഈ ജസ്റ്റ് ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ എല്ലാ കോഴ്സും, ഏത് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യട്ടെ, ആ എല്ലാ കോഴ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ റെഫറൽ കോഡ് മറക്കണ്ട, ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നാണ്. ഓക്കെ, ടു റിമെമ്പർ മെമ്മറീസ് ഓഫ് എ മിലിറ്ററി ചീഫ്. സുശീൽ കുമാറിന്റെ ബുക്കാണ് എ പ്രൈം മിനിസ്റ്റർ ടു റിമെമ്പർ മെമ്മറീസ് ഓഫ് എ മിലിറ്ററി ചീഫ് എന്നുള്ളത് സുശീൽ കുമാറിന്റെ ബുക്കാണ്. ഹൂ സ്കോർഡ് മോസ്റ്റ് നമ്പർ ഓഫ് സെഞ്ചുറീസ് ഇൻ വേൾഡ് കപ്പ് ക്രിക്കറ്റ് ഇൻ 1 ടൂർണമെന്റ്? രോഹിത് ശർമ്മയാണ് മോസ്റ്റ് നമ്പർ ഓഫ് സെഞ്ചുറീസ് ഇൻ 1 വേൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ നേടിയത്. ആരാണ്? രോഹിത് ശർമ്മ. അപ്പോൾ ഹൂ സ്കോർഡ് മോസ്റ്റ് നമ്പർ ഓഫ് സെഞ്ചുറീസ് ഇൻ വേൾഡ് കപ്പ് ക്രിക്കറ്റ് ഇൻ 1 ടൂർണമെന്റ്? രോഹിത് ശർമ്മ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കറണ്ട് അഫയേഴ്സ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള കറണ്ട് അഫയേഴ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കണ്ട. ഡെയിലി 7 മണിക്കാണ് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. വീണ്ടും കാണാം. താങ്ക്